വാർത്തകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് പോലീസ് 3 കേസുകളിൽ കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ 2 കേസുകളിലും ഡിജിപി ഓഫീസ് മാർച്ചിലെ 1 കേസിലുമാണ് അറസ്റ്റ്. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ കൂടി ചേരുന്നു. ഐശ്വര്യ, നിലവിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ രാഹുൽ റിമാൻഡിലാണ്, ജയിലിലാണ്. ഇപ്പോൾ ഔദ്യോഗികമായി 3 അറസ്റ്റുകൾ കൂടി രേഖപ്പെടുത്തുന്നു. ഈ നിയമക്കുരുക്ക് മുറുകുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആര്യ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ്. അതിനിടെയാണ് വീണ്ടും 3 കേസുകളിൽ കൂടി ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും സെക്രട്ടേറിയറ്റ് മാർച്ചിലെടുത്ത 2 കേസുകളിലും ഒപ്പം ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ എടുത്ത ഒരു കേസിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോൺമെന്റ് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പൂജപ്പുര ജയിലിലെത്തിയാണ് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കേസുകളിൽ കൂടി റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു കേസിൽ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയത്. സ്വാഭാവികമായും നാളെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ബി ശ്രീനിവാസ് കേരളത്തിൽ എത്താനിരിക്കുകയാണ്. അതിനിടെയാണ് വീണ്ടും 3 കേസുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പ്രഖ്യാപിച്ചിരിക്കുന്ന നൈറ്റ് മാർച്ച്, സെക്രട്ടേറിയറ്റിലേക്ക് ഒരു നൈറ്റ് മാർച്ച് ബി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഐശ്വര്യ.